സഹോദരി കണ്ണൂർ ജില്ലയിലെ ഒരു വലിയ വീട്ടിലെ വേലക്കാരിയായി ജോലി ചെയ്ത സഹോദരിയാ. ഒരുപാട് കാലം അവിടെ ജോലി ചെയ്തപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്തു വേണം? ആ പാവപ്പെട്ടവളായ സഹോദരി പറഞ്ഞു, എനിക്ക് മരിക്കുന്നതിന് മുമ്പൊന്ന് ഹജ്ജ് ചെയ്യണം. ആ വീട്ടുകാർ ആ സഹോദരിക്ക് ഹജ്ജിന് പോകാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തു. ആ സഹോദരി പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി മദീനത്ത് ചെന്നിട്ട് അവസാനം ആ മദീനത്ത് കിടന്നു മരണപ്പെട്ടു. എന്റെ സഹോദരിമാരെ, ആ സഹോദരിയുടെ ടെൻഷൻ എന്തായിരുന്നു? റബ്ബേ, എനിക്ക് എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ, എന്റെ മയ്യത്ത് പൊതിയാൻ, എന്റെ മയ്യത്ത് ചുമക്കാൻ, എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ, എന്റെ ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യാൻ. എനിക്ക് മക്കളില്ല, എനിക്ക് ഭർത്താവില്ല, എനിക്ക് കൂടപ്പുറപ്പില്ല, എന്റെ മാതാപിതാക്കളില്ല, ഞാൻ ഒറ്റയ്ക്കാ അല്ലാഹ്, എനിക്ക് ആരുമില്ലെന്ന് സങ്കടപ്പെട്ട് നടന്ന ഒരു വീട്ടുജോലിക്കാരിയായ ഉമ്മയ്ക്ക് അല്ലാഹ് കൊടുത്ത സ്ഥാനം നോക്കടോ. നബിതങ്ങളുടെ റൗള ഷരീഫിന്റെ സ്ഥാനത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞ് ലക്ഷക്കണക്കിന് പേര് മയ്യത്ത് നിസ്കരിക്കാനുണ്ടായിരുന്നു. ആ സഹോദരിയുടെ ജനാസ ചുമക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ 100 കണക്കിന് പേര് മത്സരിച്ചു. ആ സഹോദരിയുടെ ജനാസ ഖബറിലിറക്കി വെക്കുമ്പോ പിടിമണ്ണ് വാരി ഇടാനും ദുആ ചെയ്യാനും ആമീൻ പറയാനും അള്ളാഹു ഇഷ്ടപ്പെട്ട 100 കണക്കിന് പേര് അള്ളാഹു കൊണ്ടുവന്നു. ഇതാണ് സഹോദരങ്ങൾ അള്ളാഹ്. നീയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടാകണം. നമുക്കെല്ലാ വഴികളും അള്ളാഹു ഒരുക്കി തരും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.